ഇവിടെ നിന്ന് ചന്തക്കാരിന്റെ അവിടം വരെ പോണ റോഡ് കിട്ടിയാൽ അവരെ കൊണ്ട് പറ്റൂല. വേറെ ഉള്ളട എല്ലായിടം റോഡാണ്. വീട്ടിന്റെ പറക്ക കക്കൂസിന്റെ പറക്ക മുമ്പ് ബാക്കിലല്ല എല്ലായിടത്തും റോഡ്. നമുക്ക് വീട്ടിലോട്ട് കയറാൻ റോഡില്ല. ആ റോഡിൽ തര അവർക്ക് എന്തരാണ് നമ്മളവിടെ ഉള്ള താമസക്കാരൻ ചെയ്തെന്ന് അറിഞ്ഞൂടാ. ചെറിയൊരു ബ്രേക്ക്, ഒരു കച്ചവടം വന്നു. എന്തരാണ് മക്കളെ ആവേശത്തില് അമ്മച്ചി ആവേശത്തിലേക്ക് സംസാരിച്ചോണ്ടിരിക്കുക. കച്ചവടമൊക്കെ പിന്നെ നമ്മളെന്തൊരാവേശം കാണിക്കാം. ആരെയും ഒന്നും പറയാൻ പോകില്ല. അതൊക്കെ പോട്ടെ, കച്ചവടമൊക്കെ കണ്ടു ജീവിക്കാനുള്ള കിട്ടുന്നുണ്ട്. ചന്തയിലുള്ള ആളും കച്ചവടം. ഇനിയിപ്പോ ഉച്ചയാകുമ്പോ മാരി കടിക്കൊണ്ട് അവര് റോട്ടിൽ പോകും. കടയുടെ മുക്കിൽ ഇതും എടുത്തോണ്ട് അങ്ങ് പോകും. ഞാൻ പോകൂല. ഈ മീൻകാരെല്ലാം പോകും. മീൻകാര് പോകും. അപ്പൊ അമ്മച്ചി ഇവിടെ തന്നെ ഇരിക്കും. ഞാൻ ഇവിടെ ഇരുന്നിട്ട് മൂടിയിട്ടിട്ട് നമ്മളെ വീട്ടിൽ നാളെ വരും രാവിലെ. പിന്നെ നാളെ രാവിലെ വരും. അപ്പൊ 50 രൂപയ്ക്ക് മാച്ചാലല്ലേ നമ്മളെ ജീവിതം കഴിയും. അതെ അതെ അതെ. അല്ല അതിനെന്താ തലകറങ്ങുന്ന പറഞ്ഞാൽ മീന് തിന്നാ തലകറങ്ങുമെന്ന് ഞാൻ പറയണേ. വില കൂടിയ മീന് തിന്നാ വാട്ട എടുക്കാറ്റായിരുന്നു. ജയിലിൽ കൊണ്ടിടുവോ? അതെ, ഒരു ഫോട്ടോ എടുത്തെന്ന് വിചാരിച്ചപ്പോ എന്താ സംഭവിക്കാൻ? 10-70 വയസ്സായ എന്നെ ഫോട്ടോ എടുത്ത് അവർക്ക് എന്തൊരു ചെയ്യായി. അതെ, ഇത് എന്താ നെത്തോലി കരുവാട്, ഉണക്ക കൊഞ്ച്, ചെമ്മീൻ അല്ലേ, അയല, വാള, ചൂര. ഇത് നമ്മൾ ഉണക്കുന്നതാണോ അതല്ല ഉണക്കി കൊണ്ട് തരുന്നതാണോ? അവരുണക്കി നമ്മൾ വിൽക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഉണക്കലൊന്നും ഇല്ല. നമ്മളിവിടെ ഇരുന്ന് ഉണങ്ങും. അളിയാ വരുന്നളിയാ, അങ്ങോട്ട് വരാളിയാ. അളിയ സമാധിക്കണ്ട അവിടെ. അയ്യോ, ഇത് ഞാനിവിടുത്തെ പൊതുമരാമത്ത് നോക്കുമ്പോൾ മന്ത്രിയാണെന്ന് ചോദിച്ചത്. റിയാസിന്റെ അടുത്ത് പറയണത് റോഡിട്ട് അറിയാനേ. റിയാസ് എന്ന് പറയാൻ നമുക്കൊരു അവിടെ സംസാരിക്കുമ്പോ അവിടെ എന്താ നമുക്കൊരു വീട് പഞ്ചായത്തുകാർ തന്നു 25 വർഷമാകും. എന്നിട്ട് ഇന്ന് വരെ ഇതുപോലെ റോഡിട്ട് തന്നിട്ടില്ല. ഇവിടെ എല്ലാ മാർക്കറ്റിന്റെ അവസ്ഥ ഇതാണ്. ഒരു മാർക്കറ്റും വീട്ടിന്റെ സൈഡ് അവിടത്തെ വീടിന്റെ ആരെ പറയാ പറഞ്ഞു നമ്മളെ വാവാണെന്ന് എന്നെ വിളിച്ചാൽ ഇതന്നെ ആരും. ഇതൊക്കെ ആരെങ്കിലും കാണട്ടെ. നമുക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ റോഡിന്റെ അവസ്ഥ ഇതല്ലേ മാർക്കറ്റിനകത്ത്. ഇവിടെ ഇത്ര ഇടവും ചെയ്ത് ഇവിടെ ഒന്നും ഇത്ര ഇടവും ചെയ്തിട്ടില്ല. ഇവിടെ നാളെ കല്ല് ഒരു പെണ്ണാപറന്നുള്ള വീട് അടിച്ചു. ഒരു എനിക്കൊന്നും വണ്ടി കയറുമ്പോ തെറിക്കണത് ഹെൽമെറ്റ് ഇട്ടോണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ വന്നാലും ഇതില്ല. ഒരു പെണ്ണാപറന്നാലും കയ്യിൽ വീഴുന്ന കൈ ഇത്ര നീരുണ്ടായിരുന്നു. അയ്യോ, ഈ കല്ല് തെറിക്കുന്നത് അല്ലാതെ അവര് മനഃപൂർവ്വം തെറിപ്പിക്കുന്നത്. അതെ അതെ അതെ. ഇത് എല്ലായിടും ഇങ്ങനെ തന്നെ. ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. എല്ലാ മാർക്കറ്റുകളും ഇങ്ങനെ നശിപ്പിച്ചു. നമ്മളിങ്ങനെ ഏരിയയില് നമ്മളെ ഏരിയയില് കുറച്ച് ദൂരം മാത്രം സിമെന്റ്, ബാക്കിയുള്ള എല്ലാവരുടെ വീട്ടിന്റെ പിറക്ക വരെ സിമെന്റ്. അതാണ് സ്വാധീനമുള്ളവർക്ക് നടക്കും. അല്ലാത്തുള്ളവർക്ക് ഇങ്ങനെ നമ്മളെ പോലെ സാധാരണ നമുക്ക് അറിഞ്ഞൂടാ. അതെത്താ തന്നെ നമ്മുടെ വോട്ടല്ലെന്നാണ്. അതാണ് നമ്മളെ പോലെയുള്ളവരെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് ഒരു കാല വരെ പിടിക്കും. അത് കഴിഞ്ഞാൽ അവരെ കാലിലും പിടിക്കാൻ നമ്മൾ 60 പേര് പോകണം, 60 വട്ടം പോകണം. എന്നാലും കാല് തരുത്തില്ല പിടിക്കാൻ. നമ്മക്ക് തരും കാലൊന്നും പിടിക്കാനുള്ള. നമ്മളിതാ ഇങ്ങനെ ഇറങ്ങണം. പിന്നെ മട്ടുപ്പ ചറസ് അത് ഇതൊന്നും വെക്കാനാ പറക്കാനാന്നും പറഞ്ഞാണ്ട് നമ്മളങ്ങനെ അതിനു വേണ്ടി അവരെ ഇതാക്കാൻ പോണില്ല. കുറെ ദിവസം നമ്മൾ പോയി കേട്ടപ്പോഴും അവര് നമുക്ക് റോഡ് ഉടയിട്ട് തന്നിട്ടില്ല. ഇത്രയും 25 വർഷമാവാൻ പോണു നമ്മളവിടെ പോയി. വടയുമില്ല, റോഡും ഇല്ല. വീടൊക്കെ കുളമോളെന്നാണ് ഇരിക്കുന്നത്. വെള്ളങ്ങള് വീട്ടിന്റെ അകത്ത് വീഴുന്നു. ആരെ പറയാൻ നോക്കും. ഇതൊക്കെ നമ്മൾ വിചാരിച്ച് പാവം പിടിച്ചാൽ അമ്മച്ചി ഇവിടെ ഇരിക്കുന്നത് കണ്ട് സംസാരിക്കാന്ന്. അപ്പോഴല്ലേ ഉള്ളിലുള്ള രോഷം മുഴുക്കാൻ പുറത്ത് ചാടിയത്. മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് വെട്ടത്തി വെട്ടു. ആ തരത്തിലാണ് ഇവിടെ. നമ്മളങ്ങനെയൊന്നും വെട്ടൂല. പിന്നെ സംസാരിക്കുമ്പോ കുറച്ച് കേൾക്കും. പറയണം, കാര്യങ്ങൾ പറയാനുള്ളത് പറയണം. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോ കുറച്ച് അവർക്ക് തോന്നും വേറെ എന്തോ പറയണം. ഒന്നുമില്ല, നമുക്കൊന്നും തോന്നില്ല. നമ്മൾ പറയുന്നേ ഉള്ളൂ. പക്ഷെ പറയാനുള്ളത് പറയണം. പറയാതിരിക്കുമ്പോഴാണ് ഓരോരുത്തർ കേള് തരും. നമ്മൾ പറയണം. ഇവിടെ ആരെങ്കിലും രാഷ്ട്രീയക്കാർ വന്നാൽ ഇത് ആഞ്ഞ് പറയണം. ആ അമ്മച്ചി അവിടെ നിന്ന് ഭയങ്കര രോഷമായിരുന്നു. ഒരു വെള്ളത്തിനും കൂടെ വഴിയില്ല. നമ്മൾ കിടക്കുന്നിടത്ത് എവിടാണ്? കൊല്ലകോണം മറ്റേ കൈരളി വീട്. നമ്മള് പറമ്പോക്കല് ജീവിച്ചവരാണ്. ഇവിടെ ഉള്ളവർക്ക് 26 വീട് പൈപ്പ് വെച്ചിട്ടുണ്ട്. പൈപ്പിലോട്ട് വെള്ളം കാച്ചാതെ അവര് വേറെ ടാങ്ക് കെട്ടി പൈപ്പിനെ തിരിച്ച് അവര് വിട്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു ചെറിയ കച്ചവടം കൂടെ നടക്കും. നമ്മളെ രാജ്യത്ത് ലോകകാര്യങ്ങൾ പറയുന്നതിടെ കച്ചവടം നടന്ന 50 രൂപ കിട്ടാനുള്ള കളയുണ്ടോ?
അങ്ങനെയല്ല, എന്നാലും നമ്മൾ കാട്ടാനിയെ മറുപടി പറഞ്ഞേ ഉള്ളൂ. അത് പറയണം, പറയുന്നതിന്റെ കൂട്ടത്തിൽ കച്ചവടം നടക്കണമല്ലോ. അങ്ങനെയുള്ള രീതിയാണ് അവിടെ ജീവിക്കുന്നത്. അവിടെ കള്ളനും കാവക്കാരനും ഉണ്ട്, 4-5 വീടുകൾ, 5-6 വീടുകളുണ്ട്. ആ വീട് മാത്രമുണ്ട്. നമ്മളെ പോലെയുള്ളവർ താമസിക്കുന്നതിനും ഒരു പ്രതിയിലില്ല. ചില്ലറൊക്കെ ഉണ്ടേ? പൗളി 500 ചില്ലറ വരുമോ? പൗളിയുടെ ഇല്ല ഇല്ല. ചെല്ലാം 500 ചില്ലറ വരുമോ? ഇല്ലേ? 4 പേര് കൊടുത്തായിരിക്കട്ടെ. ഇപ്പൊ 500 തരാമോ എന്നാണ് കേട്ടത്. 4 പേര് കൊടുത്ത കാര്യം ഞാൻ കാട്ടില്ല. അതെ, നമുക്ക് ആവശ്യത്തിന് ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞാൽ ചില്ലറ ഇല്ലല്ലോ മക്കളെ. വല്ല വാങ്ങിക്കണ മക്കളെ, അരിച്ചിനിയല്ല വാങ്ങിക്കണ. നമ്മുടെ കയ്യിലില്ല, അല്ലാണ്ട് തരായിരുന്നു. ചിട്ടി പിള്ള 500 ചില്ലറ ആക്കളെ. അങ്ങനെയുള്ള കാര്യം. വെള്ളമില്ല, വഴിയില്ല. വെള്ളമില്ല. ഇപ്പൊ മഴ ഇത്രയും വെള്ളമില്ല. ഈ മഴയത്തും കൂടെ പൈപ്പിൽ വെള്ളം നമുക്ക് അങ്ങോട്ട് കയറാതെ അവര് വിറ്റി തിരിച്ച് മാറ്റിയാണ് വിട്ടിരിക്കുന്നത്. പൈപ്പിലൂടെ വെള്ളമില്ല. പൈപ്പിൽ വെള്ളമില്ല. മഴ ഇപ്പൊ 5-6 ദിവസം കൊണ്ട് പെയ്യണ മഴവെള്ളം തന്നെ നമ്മൾ പിടിച്ച് ഉപയോഗിക്കുന്നത്. റോഡിലും തോട്ടിലെല്ലാം വെള്ളം തന്നെ, പക്ഷെ പൈപ്പിൽ വെള്ളമില്ല. ഈ മുകളിലോട്ട് ഇത്രയും വീട്ടിലുള്ളവർക്ക് വെള്ളം വിട്ടിട്ടില്ല. വെട്ടി തിരിച്ച് അവര് ടാങ്ക് വെച്ച് കുറച്ച് വെള്ളം എടുക്കാണ് അവര് സ്വന്തം ആവശ്യത്തിനങ്ങ് എടുക്കുക. ആരെ പറയാ, നമ്മളെ പോലെ ഉള്ളവർ പറഞ്ഞാൽ അതൊക്കെ അവർക്ക് ഭയങ്കര ഭീഷണിയാണ്. അത്യാവശ്യം കച്ചവടം നടന്നോ? എന്തൊരു കച്ചവടം നടക്കായി. 500 രൂപയെങ്കിലും നടന്നെങ്കിൽ അതൊക്കെ വെള്ളം പോലും കുടിച്ചോണ്ട് പോകാം. കഷ്ടപ്പാട് തന്നെ. കൂട്ടുകാരാണതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കഥയൊക്കെ പറയാണ്ടിരിക്കല്ലേ. എന്തൊരു കഥ, കർമ്മത്തിനുള്ള കഥ തന്നെ. നമ്മൾ സത്യം പറഞ്ഞാൽ 2 വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. അമ്മയുടെയൊക്കെ വിഷമങ്ങളും പ്രശ്നങ്ങളും കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മള് ഇടപെടണ്ട. എന്തോ മോനെ, എന്താ എന്ത് ചെയ്യ? ഇതാണ് ആര് ആവശ്യം പോലെ മീൻ ഇരിക്കുകയാണ്, കൊണ്ടുവന്ന മീനെല്ലാം ഇരിക്കുക. അതിന് അവിടെ ഇടയായിട്ട് മീനുകളെ വെച്ച് വിൽക്കുകയാണ്. ഒറ്റയ്ക്ക് പോണ റോട്ടിന്റെ അവിടെ 2 പേര് ഇരിക്കുകയാണ്. 3 ചരുവം നിറച്ച് മീൻ ഇരിക്കുകയാണ്. അവിടെ 3-4 പേര് മീൻ വിൽക്കുകയാണ്. പിന്നെ തൂങ്ങാൻ പറ അവിടെ ഇരുന്ന് 4-5 പേര് വിൽക്കുകയാണ്. മാർക്കറ്റിലൂടെ ആരും വരുന്നില്ല. മാർക്കറ്റിൽ പിന്നെ അവര് വന്നിട്ടും പ്രതികരയില്ല. അവരവിടെ എവിടെയെങ്കിലും മലക്കറി കടയിൽ നിന്ന് 50 മലക്കറി മാറ്റി മീനുകൾ മാറ്റിയോണ്ട് അവർ വീട്ടിൽ പോകും. നമ്മുടെ കഷ്ടപ്പാട് തന്നെ മിച്ചം. നമ്മൾ ഈ മീനൊക്കെ വന്നിട്ട് വില കുറച്ച് തരുമോ, എന്താ അത് തരുമോ ഇത് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടൊന്നും നമ്മൾ അറിയുന്നില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. എന്തായാലും കാലങ്ങളൊക്കെ മാറി നല്ല അവസ്ഥ ഉണ്ടാവട്ടെ. അപ്പോൾ അമ്മച്ചി സന്തോഷം. ഞാനിങ്ങനെ ഇവിടെ നിന്ന് ബഹളം വെച്ചെന്ന് കേട്ടപ്പോഴത്തേ ഒന്ന് കയറി 2 വാക്ക് സംസാരിച്ചെന്നേ ഉള്ളൂ. എല്ലാം നന്നാവുമെന്ന് വിചാരിക്കാം നമുക്ക്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്രശ്നങ്ങളുണ്ട്. നമ്മളിവിടെ വന്നപ്പോഴേ ഇത് കാണുന്നത്. ഈ ചെളി ചവിട്ടാതെ ഒരു മാർക്കറ്റിൽ കൂടെ നമുക്ക് കടക്കാൻ പറ്റത്തില്ല. അതെ, അതാണ് ഈ മാർക്കറ്റുകളുടെ അവസ്ഥ അറിയാവുന്ന അധികാരി. അതുപോലെ ഇവിടെയും ചെയ്യാനേ ഉള്ളൂ. ചെയ്യാനുള്ള സൗകര്യം ചെയ്യത്തില്ല. അപ്പൊ അത് ചെയ്താൽ ഇവിടെ വൃത്തിയായി പോവല്ലോ എന്നുള്ളൊരു പ്രശ്നമാണ് അവർക്കുള്ളത്. എല്ലാരും വാട്ടക്കെട്ട് സഹകരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ഈ കാട്ടാക്കട ചന്ത അവര് നല്ല ആക്കുമെന്നാണ്. നല്ലപോലെ ആകുന്നല്ലോ ഇപ്പൊ. അതാണ് കാര്യം. ഇവിടെ ഉള്ള പയ്യന്മാരെല്ലാം തമ്മിൽ അവരെ ജാതിയും ജനവും, അവരെ ജാതി എന്നല്ല പൊതുവെ. അപ്പൊ ഈ കാട്ടാക്കട മാർക്കറ്റെങ്കിൽ ഈ കൊറോണ വന്ന് ഇങ്ങനെ കിടന്ന് ഇതായിട്ട് കിടക്കുമല്ല, കിടക്കണല്ലോ എന്നും പറഞ്ഞാണ് ആൾക്കാരെല്ലാം അവർക്ക് വോട്ടിട്ട് നല്ല ഇതായിട്ട് പയ്യനെ ജയിപ്പിച്ചത്. അവര് എല്ലാം കണക്ക് തന്നെ. പിന്നെ ഇതൊക്കെ അത്ര തന്നെ. ജയിച്ചു കഴിയുമ്പോ പിന്നെ ഒരുപാട് കാര്യങ്ങളാണ്, വേറെ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇതൊന്നും അല്ല പ്രശ്നം. അപ്പൊ എന്തായാലും കാര്യങ്ങൾ നേരെ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങളിങ്ങനെ സഞ്ചരിച്ച് പോട്ടെ. ഞാനിങ്ങനെ എന്നെ വിടത്തില്ലല്ലേ, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ പോകാന്ന് പറയുന്നതോടും ഓരോ പ്രശ്നങ്ങളാണ്. എന്തായാലും എല്ലാം നേരെ ആവും, നമുക്ക് അങ്ങനെ വിചാരിക്കാം. എല്ലാം ചെയ്യാൻ പറ്റും. നമ്മളിത് അവരാരെങ്കിലും കാണട്ടെ, അത്രല്ലേ. വീട് സ്ഥലമുള്ളോ കൈരളി? അവിടെ എങ്ങും വെള്ളവും ഇല്ല, റോഡില്ല, ഓടയില്ല, ഒന്നുമില്ലെന്നാണ് പറയുന്നത്. എന്താ ആരെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇവർക്കൊരു മിനിമം ജീവിത സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യും. നമുക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ പോട്ടെ. ചിരിയുണ്ട് അങ്ങോട്ടൊന്ന് പാൻ പോട്ടെ. ഞങ്ങള് അത് നാണം കണ്ടോ? അത് നാണമാണ്.